Dear students, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം അതിൽ കുറച്ച് ടേംസ്, കോർഡിനേഷൻ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് കുറച്ച് ടേംസ് പരിചയപ്പെട്ടു. അതിനുശേഷം അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ ചെയ്തു. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ പ്രധാനപ്പെട്ട ഭാഗമായ ഐസോമെറിസം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ പ്രധാനമായും കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് വെർണേഴ്സ് തിയറി പഠിക്കണം. ബോണ്ടിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത പല തിയറീസാണിത്. ഒന്ന് വെർണേഴ്സ് തിയറി, നമ്പർ 2 വാലൻസ് ബോണ്ട് തിയറി, നമ്പർ 3 ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, നമ്പർ 4 മോളിക്കുലർ ഓർബിറ്റൽ തിയറി. നമുക്ക് ആദ്യത്തെ 3 മാത്രമേ പഠിക്കാനുള്ളൂ, വെർണേഴ്സ് തിയറി, VBTയും CFTയും. അപ്പം നമുക്ക് ഇന്ന് പഠിക്കണം എന്താണ് വെർണേഴ്സ് തിയറി എന്നുള്ളത്. നമ്മുടെ NCERT ബുക്ക് നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് പേജിൽ തന്നെ വെർണേഴ്സ് തിയറിയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് വെർണേഴ്സ് തിയറി നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതൊക്കെ പഠിപ്പിച്ച ശേഷം വെർണേഴ്സ് തിയറി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വെർണേഴ്സ് തിയറി? നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ട്, വെർണറിൻ്റെ ഫോട്ടോ അല്ലേ? ഈ വെർണർ എന്ന് പറഞ്ഞ സ്വിസ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹമാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ശാസ്ത്രശാഖയ്ക്ക് ബേസ് ഇട്ടത്. ഓക്കെ, ആ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ബോണ്ടിങ്ങിനെ പറ്റി കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റ് ആയിരുന്നു വെർണർ. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഫാദർ ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഈ ശാസ്ത്രശാഖയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ട ആളാണ് വെർണർ. അപ്പോൾ എന്താണ് വെർണേഴ്സ് തിയറി ചോദിച്ചാൽ, he put forward this theory to describe the structure and formation of complex compound. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും എങ്ങനെയാണ് കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെർണർ ഉണ്ടാക്കിയ തിയറിയാണ് വെർണേഴ്സ് തിയറി. എന്താണ് വെർണേഴ്സ് തിയറി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ വാട്ട് ആർ ദി മെയിൻ പോയിന്റ്സ് ഓഫ് വെർണേഴ്സ് തിയറി? നോക്കൂ, ഇതിൽ ഒരു അദ്ദേഹം പറയുന്നു മെയിൻ പോസ്റ്റേഴ്സാണ്. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ചെയ്തത് COCl3 6NH3 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എടുത്തു അദ്ദേഹം. ഈ COCl3 6NH3 എന്ന കോമ്പൗണ്ടിലേക്ക് അദ്ദേഹം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. ശ്രദ്ധിക്കണേ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടി 3 ക്ലോറൈഡ് അയോൺ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. 3 മോൾ ഓഫ് ക്ലോറൈഡ് AgCl അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ CONH3 ബോണ്ട് ഒരു കാരണവശാലും അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല, അയണൈസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഈ ക്ലോറിൻ എന്താ ചെയ്തത്? സിൽവർ നൈട്രേറ്റിനെ കണ്ടപ്പോൾ ക്ലോറിൻ വേഗം പോയി റിയാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ക്ലോറിൻ അയണൈസേഷൻ ചെയ്യുന്ന ആളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം അതിനെ ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ പുറത്തിട്ട് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് AgCl സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ 3 മോൾ ഓഫ് Cl- അയോൺ AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അദ്ദേഹം വേറെ കോമ്പൗണ്ട് എടുത്തു, COCl3 5NH3. ഈ കോമ്പൗണ്ടിലേക്കും അദ്ദേഹം സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 2 ക്ലോറൈഡ് 2 മോൾ ഓഫ് AgCl അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താണ്, ഈ കൊബാൾട്ടിൻ്റെ കൂടെ 5 NH3 മോളിക്യൂൾ ഉണ്ട്, ഒരു ക്ലോറിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 2 ക്ലോറൈഡ് അയണൈസ് ചെയ്യുന്നവരാണ് ഇവർ. അത്ര വലിയ ഈ 2 ക്ലോറിൻ ഈ കൊബാൾട്ട് മാറ്റി ഉണ്ടാക്കിയ ബോണ്ട് അയണൈസബിൾ ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഈ ക്ലോറിൻ ഈ കൊബാൾട്ടുമായി ഉണ്ടാക്കിയ ബോണ്ട് അയണൈസബിൾ അല്ല എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഇനി അദ്ദേഹം അടുത്ത കോമ്പൗണ്ട് എടുത്തു, COCl3 4NH3. അദ്ദേഹം ഇതിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ഇങ്ങനെയായിരുന്നു,
എത്ര ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വെർണർ അത്രയും കൊല്ലങ്ങൾ മുന്നേ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി ഇവിടെ ഒരു ക്ലോറൈഡ് അയോൺസ് മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലായി. അപ്പോൾ ഈ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കൊബാൾട്ട് ഇവിടെയുള്ള എല്ലാവരുമായിട്ടുള്ള ബോണ്ടിങ് ഒരുപോലെയല്ല എന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി. ചില ആളുകൾ ഇപ്പോൾ നോക്കൂ, COCl3 ഈ കോമ്പൗണ്ട് COCl3 6NH3 എന്ന കോമ്പൗണ്ടിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ക്ലോറിൻ സിൽവർ നൈട്രേറ്റിനെ കാണുമ്പോൾ തന്നെ 3 ക്ലോറിനൊപ്പം പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇവർ തമ്മിലുള്ള ബോണ്ട് അത്രത്തോളം സ്ട്രോങ് ബോണ്ട് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ ഈ 6NH ഒരിക്കലും ആര് വന്നാലും ഈ NH ഗ്രൂപ്പ് അവിടെ നിന്ന് വിട്ടു പോകില്ല. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി ഈ കൊബാൾട്ട് ഏതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെയും സെൻട്രൽ മെറ്റൽ ആറ്റം ഇവിടെ കൊബാൾട്ടിന് 2 തരം വാലൻസീസ് ഉണ്ട് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. സോ വെർണറിന്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് മെറ്റൽ ഷോ 2 ടൈപ്പ് ഓഫ് വാലൻസി. അദ്ദേഹം പറഞ്ഞു പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ മെറ്റലിന് 2 ടൈപ്പ് വാലൻസി ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് പ്രൈമറി വാലൻസി എന്നും രണ്ടാമത്തത് സെക്കൻഡറി വാലൻസി എന്നുമാണ് പറയുന്നത്. നോക്കൂ, ഈ പ്രൈമറി വാലൻസി നമ്മൾ പറയാറുണ്ട് അയണൈസബിൾ വാലൻസി ആണ്. പക്ഷെ സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ വാലൻസി ആണ്. നോക്കൂ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് അയണൈസബിൾ വാലൻസി ആണ്, പക്ഷെ സെക്കൻഡറി വാലൻസി ആണെങ്കിൽ നോൺ അയണൈസബിൾ വാലൻസി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പിന്നെ അദ്ദേഹം പറയുന്നു ഈ അയണൈസബിൾ വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ ആനയോൺസ് ആണ്. അദ്ദേഹം പഠിച്ചത് ലിമിറ്റഡ് കോമ്പൗണ്ട്സിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആനയോൺസ് ആണ്, അതേസമയം സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ ആനയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് ആവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സെക്കൻഡറി വാലൻസി ആനിയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂളോ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു ഈ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഈക്വലന്റ് ആയിരിക്കും. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പറിന് ഈക്വലന്റ് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ അദ്ദേഹം പറയുന്നു പ്രൈമറി വാലൻസി നമ്മൾ ഡോട്ടൽ ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെക്കൻഡറി വാലൻസി ആണെങ്കിൽ നമ്മൾ നോർമൽ ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അദ്ദേഹത്തിന്റെ പോസ്റ്റ്ലേറ്റ്സ് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത പോയിന്റ് ഇതാണ്, എവറി മെറ്റൽ ആറ്റം ഹാസ് എ ഫിക്സ്ഡ് സെക്കൻഡറി വാലൻസി. ഓരോ മെറ്റലിൻ്റെയും സെക്കൻഡറി വാലൻസി കൃത്യമായിരിക്കും. അത് മിക്കവാറും നോക്കൂ, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 4 or 6 ആണ് വരുന്നത്, അല്ലാണ്ട് കൊബാൾട്ടിന് 7 എന്ന കോർഡിനേഷൻ നമ്പർ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഓരോ മെറ്റലിനും ഫിക്സ്ഡ് സെക്കൻഡറി വാലൻസി ഉണ്ടായിരിക്കും എന്നാണ് വെർണർ പറയുന്നത്. അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നു ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ജോമെട്രി ഡിറ്റർമിൻ ചെയ്യുന്നത് സെക്കൻഡറി വാലൻസീസ് ആണ്. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ അതിന്റെ ജോമെട്രി എന്തായിരിക്കും? ജോമെട്രി ഒക്ടാഹെഡ്രൽ ആയിരിക്കും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ജോമെട്രി എന്തൊക്കെയാവാം? ടെട്രാഡൽ ആവാം, അല്ലെങ്കിൽ എന്താവാം? സ്ക്വയർ പ്ലാനാർ ആവാം. സോ ദീസ് ആർ ദ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണേഴ്സ് തിയറി. സോ നമ്പർ 1 എന്താ അദ്ദേഹം പറഞ്ഞു നോക്കൂ, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടില് മെറ്റൽ ആറ്റത്തിന് 2 ടൈപ്പ് വാലൻസീസ് ഉണ്ട്, ദ പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ദ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ they are ionizable valency, while secondary valency are non-ionizable valency. അപ്പോൾ നോക്കൂ, നമുക്കിനി നെക്സ്റ്റ് നോക്കണം ഇതിന്റെ സ്ട്രക്ചർ. അദ്ദേഹം വരച്ചത് കൊബാൾട്ട് നോക്കൂ, ഇവിടെ അതായത് ഫസ്റ്റ് കോമ്പൗണ്ട് CONH3 6 times Cl3. അദ്ദേഹം ഈ കോമ്പൗണ്ടിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്?
സോ ഇതിന്റെ പ്രൈമറി വാലൻസി എത്രയാണ്? 3 ആണ് വന്നത്. സെക്കൻഡറി വാലൻസി എത്രയാണ്? 6 ആണ് വന്നത്. അപ്പൊ 6 സെക്കൻഡറി വാലൻസി നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ആ സെക്കൻഡറി വാലൻസി ആണ് അതിന്റെ ജോമെട്രി ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അതിന്റെ ജോമെട്രി ഒക്ടാഹെഡ്രലാണ് നമ്മൾ വരച്ചിട്ടുണ്ട്, ഒക്ടാഹെഡ് ജോമെട്രി വരച്ചിട്ടുണ്ട്. ഇനി പ്രൈമറി വാലൻസി എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പൊ ഈ 3 വാലൻസി നമ്മൾ ഡോട്ടൽ ലൈനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വെർണർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് വെർണേഴ്സ് കോർഡിനേഷൻ കോമ്പൗണ്ട്, കോർഡിനേഷൻ തിയറി. അപ്പോൾ മനസ്സിലായിട്ടായിരിക്കും. ഈ തിയറി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഫസ്റ്റ് തിയറിയാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയാൻ പറ്റിയില്ല, കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മാഗ്നറ്റിസം എന്താണെന്ന് പറയാൻ പറ്റിയില്ലായിരുന്നില്ല, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്തുകൊണ്ടാണ് കളേർഡ് ആവുന്നത് എന്നൊന്നും പറയാൻ ഈ തിയറിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഫസ്റ്റ് തിയറി എന്ന നിലയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, what are the main postulates of Werner's theory? Thank you.